ഹലോ പ്രിയപ്പെട്ട ക്രിയേറ്റേഴ്സ്, നിങ്ങൾ ഈ രൂപത്തിലാണ് നിങ്ങൾ ലൈവ് ഇടുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല എന്ന് മാത്രമല്ല, മോണിറ്റൈസേഷൻ കിട്ടിയവരുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന രൂപത്തിലാണ് നിങ്ങൾ ലൈവ് തുടർന്ന് പോകുന്നതെങ്കിൽ നിങ്ങളുടെ മോണിറ്റൈസേഷൻ കട്ടാവാനും സാധ്യതയുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എങ്ങനെയാണ്, അതായത് ലോ എഫേർട്ട് എന്ന് പറയുന്ന ഈ ഗണത്തിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ് ഒന്നും കറക്റ്റ് ആയിട്ട് കാണിക്കാതെ, അല്ല എന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ എന്തെങ്കിലും ക്വസ്റ്റനോ കാര്യങ്ങളോ എഴുതി വെച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റിക്കർ പോലെ എന്തെങ്കിലും എഴുതി വെച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങളും ക്വസ്റ്റനുകളും ആൻസറുകളും മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് കളിക്കുന്ന ലൈവുകളാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല. അല്ലാതെന്നുണ്ടെങ്കിൽ ഉള്ള മോണിറ്റൈസേഷൻ കട്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. മാത്രവുമല്ല, ഇനി നിങ്ങൾ നമുക്ക് ഓക്കെ എന്റെ വീഡിയോ ആയിട്ട് തന്നെ അല്ലേ ഞാൻ ലൈവ് ഇടുന്നത് എന്ന് അവകാശപ്പെടുന്നവർ ഒരു പേപ്പറിൽ എന്തെങ്കിലും ക്വസ്റ്റ്യനൊക്കെ എഴുതിയിട്ട് അതിന്റെ മുകളിലേക്ക് അങ്ങോട്ട് വെച്ചിട്ട് ഒരു എഫേർട്ട് കൊടുക്കാതെ ഒരു ലോ എഫേർട്ട് ആയിട്ട് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസറിന് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ലൈവ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. ഓക്കെ, 2-3 മണിക്കൂറൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. വളരെ ലോ എഫേർട്ട് ആയിട്ടുള്ള ഇത്തരം ലൈവുകൾക്കൊന്നും ഇനി മോണിറ്റൈസേഷൻ ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, അപ്പുറത്തുള്ളവർക്ക് ഇത്തരം ലൈവുകൾക്ക് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ആരുടെ ചാനലിനെയാണോ യൂട്യൂബ് ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്നത് അവരുടെ മോണിറ്റൈസേഷൻ കട്ടാക്കുകയും അല്ലെങ്കിൽ അത്തരക്കാർക്ക് മോണിറ്റൈസേഷൻ നൽകാതിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. നിങ്ങൾക്ക് അവരവർക്ക് വരുമ്പോഴേ ആ ഒരു അനുഭവം നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൃത്യമായിട്ട് ഒരു വീഡിയോ കൃത്യമായിട്ട് ലൈവായി ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഫേസ് കാണിച്ചിട്ട് ഒരു ലൈവ് ഇടാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത്തരം ലോ എഫേർട്ട് ലൈവുകൾ ഇടാതിരിക്കുക എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഗണത്തിലാണോ നിങ്ങൾ ലൈവ് ഇട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു വിഷയത്തെ കുറച്ചുകൂടെ ആധികാരികമായി ഡീറ്റെയിൽസ് ആയി ഞാൻ ചെയ്തൊരു വീഡിയോ ലിങ്കാണ് ഈ കിടക്കുന്നത്. ഈ പ്ലേ ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. അതുപോലെ തന്നെ യൂട്യൂബ് പരമായിട്ടുള്ള എല്ലാവിധ വർക്കുകളും വളരെ ചെറിയ പേയ്മെന്റോട് കൂടി നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ചാനൽ ഹാക്കായി പോയാലോ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ വർക്കുകളോ എല്ലാവിധ വർക്കുകളും A to Z നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം.